ഹലോ ഗൈസ്, ഇത് നിങ്ങളുടെ ഷെഫ് കാർത്തിക്കാണ്. ഇന്ന് ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസി റെസിപ്പിയാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഒരു പൊടി പൊടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വാ. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് ഒരു 30 to 45 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. 30 മിനിറ്റ്സ് മാറ്റി വെച്ചാലും മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രീ പെപ്പറോട് കിടക്കാം. ഞാൻ ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇതെല്ലാം ഓൾറെഡി ജൂലിയൻ ചെയ്ത് നീളത്തിൽ നല്ല രീതിയിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. സോ കാരണം ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക്, മല്ലി, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സാധനം ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കോഴ്സായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. സോ ഇവനാണ് നമ്മുടെ റെസിപ്പിയുടെ റോക്ക് സ്റ്റാർ. ഈ റോസ്റ്റ് ഡിഷസൊക്കെ എപ്പോൾ ഉണ്ടാക്കിയാലും കടായിൽ തന്നെ ഉണ്ടാക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇത് സോട്ടയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞൊരു തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടയാണ്. ഒരു 15 to 30 സെക്കൻഡ്സ് മതി. ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറണം. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ഏതൊരു ഡിഷ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏറ്റവും ആയിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓണിയൻ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശകലം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഓണിയന് വേഗം കുക്കാവും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇപ്പോൾ വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്, ഈ ഓണിയൻ്റെ കൂട്ടത്തിൽ നമുക്ക് റെസിപ്പിക്ക് ആവശ്യമുള്ള ഒരു പകുതി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് കുക്കായിട്ട് ബ്രൗൺ ആയിട്ട് മാറി വരും. ഇപ്പോൾ നമ്മളുടെ ഓണിയൻ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് പൊടികളിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഓൾറെഡി ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശകല പൗഡർ പൊടിയേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയെടുക്കണം. എപ്പോഴും ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ലത്. കാരണം വെച്ചാൽ ഇതിൻ്റെ പച്ചമണം നമ്മൾ പ്രോപ്പറായിട്ട് പോയില്ലെങ്കിൽ ഈ എൻ പ്രൊഡക്റ്റിനെ ഇത് പച്ച കൊത്തുകളുണ്ടാവും ഈ റെസിപ്പിനകത്ത്. അതിനുശേഷം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് അതിനകത്ത് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കാരണം വെച്ചാൽ ഈ റെസിപ്പിയിൽ നമ്മൾ 2 ടൈപ്പായിട്ടാണ് ഈ സാധനം കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതെല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ മുളകും, മല്ലി, പെരുംജീരകം, പെപ്പറൊക്കെ ഇട്ട് ഈ പൊടി എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെതരണം. ഇത് നല്ലതായി മിക്സായി വരുമ്പോഴത്തേക്ക് ഈ പൊടി നല്ല രീതിയിൽ വെതറിയിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പരിപാടി. ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അടുത്ത ബാച്ച് ഓഫ് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കവർ ചെയ്ത് കുക്ക് ചെയ്യും ഒരു 3 to 4 മിനിറ്റ്സ്. അതിൻ്റെ കൂടുതൽ വേണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ചിക്കൻ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ മസാല എല്ലാ സ്ഥലത്തിലും ഒട്ടിപ്പിടിച്ച് വരണം. ഈ സൈഡിലൊന്നും ഇല്ലാണ്ട് സൈഡെല്ലാം ഫുൾ ഇങ്ങനെ എടുത്ത് വിടുക. ഇപ്പോൾ നമ്മളുടെ ചിക്കനിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ രണ്ടാമത് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ പോവുക. ഇത് 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഇത് അടച്ച് വെച്ച് ഒരു 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഈ ചിക്കനിലിരുന്ന എല്ലാ വെള്ളം ഇറങ്ങി ഈ പരുവത്തിലിരിക്കും ചിക്കൻ. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു 6 to 7 മിനിറ്റ്സ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കും, അത് വരട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫയർ ഒരു മീഡിയം ടു ഹൈ വെച്ചാൽ മതി. ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയം ഫയറിൽ വെച്ചിട്ട് ഈ നല്ല രീതിയിൽ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പിഞ്ച് ഗരം മസാലയും ഫ്രഷായിട്ട് അരിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാലില്ലേ ഈ സംഭവം റെഡിയാണ്. നാടൻ ചിക്കൻ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വറക്കാം, കുറച്ചും കൂടി ഫ്രൈ ആക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാമെന്നുള്ള ഒരു ഭാഗത്ത് നമുക്ക് ഇതുണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു കോട്ടിങ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ചോറ്, ചപ്പാത്തി, അപ്പം, പൊറോട്ട ഈ എല്ലാ സാധനത്തിലും കഴിക്കാൻ പറ്റും. ഈ എൻ പ്രൊഡക്റ്റിലെ ഇങ്ങനെ ഇരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.